സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾക്കുള്ള കാരണം അയാൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ്. ആ പാപങ്ങളും തിന്മകളുമാണ് ധാരാളം ഉത്കണ്ഠകൾക്കും ബേജാറുകൾക്കും കാരണം, നമുക്കറിയാം. അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ ആ ഉത്കണ്ഠകളും ബേജാറുകളും ഇല്ലാതെയാവുന്നുണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അതേപോലെ തന്നെ ഉത്കണ്ഠകളും ബേജാറുകളും സങ്കടങ്ങളുമെല്ലാം ഇല്ലാതെയായി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അത് കാരണമായി തീരുന്നതാണ്. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേൽ 10 സ്വലാത്ത് നേരുന്നതാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഫിൽ മലഇൽ അഅല, മലഉൽ അഅലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സംബന്ധിച്ച് സംസാരിക്കലാണ്, ആ വ്യക്തിയെ പ്രശംസിക്കലാണ് മലക്കുകളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ പ്രശംസിക്കുകയും മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നന്മകൾ പറയുകയും ചെയ്താൽ തീർച്ചയായും ആ വ്യക്തി അല്ലാഹു തൃപ്തിപ്പെട്ടു എന്നാണ് അർത്ഥം.